ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ കാണുന്നത് എന്താണ്? കൂരിരുട്ട് മാത്രം. വാതിൽപ്പാളിക്കിടയിലൂടെയുള്ള ഒരു ചെറിയ പ്രകാശം നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നു. അവിടുന്ന് അതിവിശാലമായ ഒരു പുറം ലോകത്തേക്ക് എത്തുമ്പോഴോ ആശ്വാസവും. ഇതുപോലൊരു പ്രതിഭാസം സയൻസിലുമുണ്ട്. ജൂൾ തോംസൺ ഇഫക്റ്റ്. ഡിയർ ഫ്രണ്ട്സ്, ഇത് ലേസാണ്. ഇതിനകത്തിങ്ങനെ എയർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്ത് കംപ്രസ്ഡ് എയറാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫീൽ കൂളിംഗ്. ഈ എയർ പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു കൂളിംഗ് അനുഭവപ്പെടും. ഇത് തന്നെ നമുക്ക് ഒരു ബലൂൺ വെച്ച് നോക്കാം. ബലൂൺ നിറച്ചും എയർ ഫില്ല് ചെയ്തിട്ട് ബലൂൺ പെട്ടെന്ന് ഒരു ചെറിയ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അതിനാണ് നമ്മൾ ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് സയൻറ്റിസ്റ്റ്, ജെയിംസ് ജൂൾ ആൻഡ് വില്യം തോംസൺ, ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ, പിന്നീട് ഇവരുടെ കൂടെ ലോർഡ് കെൽവിനും വന്നിരുന്നു. എങ്കിലും ഈ ഇഫക്റ്റിന് ജൂൾ തോംസൺ ഇഫക്റ്റ് എന്നാണ് പറയുക. എന്താണ്? അതായത് ഒരു ഗ്യാസ് അണ്ടർ ഹൈ പ്രഷറിൽ ഇപ്പോൾ നമുക്കൊരു ബലൂണിൽ ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബലൂണിൽ ഇരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് ഇതിനകത്ത് നമ്മളൊരു ഹോളിട്ട് ഈ ഗ്യാസിനെ ഒരു ലോ പ്രഷർ റീജിയണിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചാൽ ഗ്യാസ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് തിങ്ങിയിരിക്കുമ്പം അത് മോളിക്കുലർ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഈ ഫ്രീ സ്പേസിലേക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചാൽ, ചെറിയ ഓപ്പണിങ്ങിലൂടെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചാൽ ഇവർക്ക് അവരുടെ ഫ്രീഡം വളരെ കൂടുതലായിരിക്കും. അവിടെ അട്രാക്റ്റീവ് ഫോഴ്സസ് കുറയും. അപ്പം ഈ അട്രാക്റ്റീവ് ഫോഴ്സസ്, ഇവിടെ ഉണ്ടായിരുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സസിനെ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൈനറ്റിക് എനർജി കുറയുകയും നമുക്ക് തോന്നും ഇതിനകത്ത് അതിന് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റാണ്. കൈനറ്റിക് എനർജി ഉണ്ട്, മോളിക്യൂൾസ് മൂവ് ചെയ്യുകയാണ്, പക്ഷേ സ്പേസ് വളരെ കുറവാണ്. ഇവിടെ സ്പേസ് വളരെ കൂടുമ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് കൈനറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദിസ് മോളിക്യൂൾ അത് വളരെ സ്ലോ ആവും. മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആണ്. സ്ലോലി ദേ എക്സ്പാൻഡ്. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ലോ ആകുമ്പോൾ ടെമ്പറേച്ചർ കുറയും. സോ ഇവിടെ നമുക്കൊരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ gases gets cooled when allowed to expand from a region of high pressure to a region of low pressure through a small opening. അതാണ് ഇത്. പെട്ടെന്ന് ഇതിനെ കട്ട് ചെയ്ത് വിടുമ്പം ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ്ങിലൂടെയാണ് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിലാണ് ഈ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഗ്യാസസിനും ഈ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകണം. എന്നാൽ ഹൈഡ്രജൻ അതുപോലെ തന്നെ ഹീലിയം, ഈ രണ്ട് ഗ്യാസസിന് ഈ കൂളിംഗ് ഇഫക്റ്റ് നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് കാണാൻ കഴിയില്ല. നോർമൽ ടെമ്പറേച്ചറിൽ ഏത് രണ്ട് ഗ്യാസാണ്? ഹൈഡ്രജനും അതുപോലെ ഹീലിയവും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ ഫോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല, കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് പുതിയ ഒരു കോൺസെപ്റ്റ് കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അതായത് ഏതൊരു ഗ്യാസിനും ഈ കൂളിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ജൂൾ തോംസൺ ഇഫക്റ്റ് കാണിക്കണമെങ്കിൽ, ആ ജൂൾ തോംസൺ ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെയായിരിക്കണം. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കണ്ടതുപോലെ ദർ ഇസ് എ ടെമ്പറേച്ചർ എബോവ് വിച്ച് there is no Joule-Thomson effect. All gases exhibit Joule-Thomson effect only when the temperature of the gas is below a certain temperature, and that temperature is
known as the inversion temperature, and inversion temperature is different for different gases. For hydrogen, the inversion temperature is minus 80 degrees Celsius, and for helium, its inversion temperature is 240 degrees Celsius. അപ്പോൾ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ഹൈഡ്രജനും ഹീലിയത്തിനും കൂളിംഗ് ഇഫക്റ്റ് അതല്ലെങ്കിൽ ജൂൾ തോംസൺ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അവയുടെ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെൽ ബിലോ ദ റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഹൈഡ്രജനെ -80 ഡിഗ്രിക്ക് താഴെ കൊണ്ടുപോയാൽ മാത്രമേ ഈ ജൂൾ തോംസൺ ഇഫക്റ്റ് ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഹീലിയത്തിന് അതിൻ്റെ ടെമ്പറേച്ചർ -240 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തിയാൽ മാത്രമേ അതിനുശേഷം മാത്രമേ ഇതിനേക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ മാത്രമേ ഹീലിയത്തിന് ജൂൾ തോംസൺ ഇഫക്റ്റ് കാണുകയുള്ളൂ. അപ്പോൾ ഈ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓരോ ഗ്യാസസിനും ഡിഫറെൻ്റാണ്. ഇവിടെ തന്നെ കണ്ടല്ലോ നമ്മൾ ഹൈഡ്രജന് ഡിഫറെൻ്റാണ്, ഹീലിയത്തിന് ഡിഫറെൻ്റാണ്. മറ്റ് പല ഗ്യാസസിനും റൂം ടെമ്പറേച്ചറിൽ ജൂൾ തോംസൺ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലാണ് റൂം ടെമ്പറേച്ചറിനേക്കാളും കൂടിയിട്ടാണ് അതിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇരിക്കുന്നത്. ഇൻവേർഷൻ ടെമ്പറേച്ചർ മെയിനായിട്ട് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എ ആൻഡ് ബി. എയും ബിയുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TI = 2A/RB. A and B are van der Waals constant, R is the gas constant. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്യാസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഈ ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യാനോ ഹീറ്റ് പുറത്തേക്ക് പോകാനോ ഒന്നും ഒരു സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പാൻഷൻ, അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത ഒരു എക്സ്പാൻഷനാണ്. അതായത് സറൗണ്ടിങ്സുമായിട്ട് ഈ ഗ്യാസിന് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചുമില്ല. അത്തരത്തിൽ ഒരു അഡയബാറ്റിക്. സോ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇത് തെർമോഡൈനാമിക് ടേംസ് ആണ്. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക് ഒക്കെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ ഗ്യാസിന് സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാനോ ലിബറേറ്റ് ചെയ്യാനോ സാധ്യമല്ല. അത് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഓപ്പണിങ്ങിലൂടെയാണ് അത് റിലീസ് ചെയ്യുന്നത്. അതായത് സ്ലോലി അത് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, വേഗത്തിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഈ ഹോളിൽ കൂടെ പുറത്ത് കടക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂം, ഇരുട്ട് റൂം എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻസ്ഡ്, ഒരു ഹൈ പ്രഷർ റീജിയനാണ്. അവിടുന്ന് ഒരു ചെറിയ ഓറിഫൈസ് അതിൽ കൂടെ പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ റൂം തുറന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വിശാലമായ ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കൂളിംഗ് ആണ്, അത് നമുക്ക് ടെൻഷൻ ഫ്രീ ആവുകയാണ്, കൂളാവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഗ്യാസസ് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന്, ഈ ഹൈ പ്രഷർ എന്ന് പറയുന്നത് ഒരു ടെൻസ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ ടെൻസ്ഡ് കണ്ടീഷനിൽ നിന്ന് ഒരു എക്സ്പാൻഡഡ് സ്പേസിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസിലേക്ക് പെട്ടെന്ന് റിലീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പുറത്തുനിന്നോ അകത്തുനിന്നോ, ഇപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അതുപോലെ പുറത്തുനിന്ന് എടുക്കാനുമില്ല. അപ്പോൾ അത്രയ്ക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റിൽ ഇങ്ങനെ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ എനർജിയിൽ നിന്നാണ് കുറവ് വരുന്നത്. അതിൻ്റെ തന്നെ കൈനറ്റിക് എനർജിയാണ് കുറയുന്നത്. ആ കൈനറ്റിക് എനർജിയുടെ കുറവ് അതിന് ഒരു ഫോൾ ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ആയിട്ട് അനുഭവപ്പെടും. ഇതാണ് പ്രത്യേകം നോക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ജൂൾ തോംസൺ ഇഫക്റ്റ് കാണുന്നത് ഒരു അഡയബാറ്റിക് എക്സ്പാൻഷനാണ്. സോ ദിസ് ഗ്യാസ് ഈസ് എക്സ്പാൻഡഡ്. നമ്മൾ സാധാരണ ഒരു വെസലിൽ വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ തന്നെ വോളിയം കൂട്ടുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ റീജിയൺ അങ്ങോട്ട് മാറുകയാണ്. ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്ക് ഗ്യാസ് എൻട്രി ചെയ്യുവാണ്. ആ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിന് ഹീറ്റ് എക്സ്ചേഞ്ചിന് സാധ്യതയില്ല. സോ നോ ഹീറ്റ് എക്സ്ചേഞ്ച്. So this is an expansion to a expansion to another region of low pressure adiabatically. So it is an adiabatic expansion. ഇതാണ് ഈ ജൂൾ തോംസൺ ഇഫക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും ഓർക്കുക. ഈ ജൂൾ തോംസൺ ഇഫക്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് നിലനിൽക്കുന്നു എന്നതിന് ഉള്ള ഒരു തെളിവാണ്. കാരണം ഇവിടെ മാക്സിമം അട്രാക്റ്റീവ് ഫോഴ്സും ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ലോ ആണ്. ഈ അട്രാക്ഷൻ കൊണ്ടാണ് മോളിക്യൂൾസ് അടുത്തടുത്തേക്ക് വരുന്നത്.
അപ്പം അതിൻ്റെ കൈനറ്റിക് മോളിക്യൂള് ഈ കംപ്രസ്ഡ് സ്റ്റേറ്റിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, പക്ഷേ സ്പേസ് ഇല്ല മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ പെട്ടെന്ന് ഒരു ലോ പ്രഷർ റീജിയണിലേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ മോളിക്കുലർ അട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ട് മോളിക്യൂൾസ് അകലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ കൈനറ്റിക് എനർജി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എത്രമാത്രം കുറയുന്നു അതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയാണ്. അപ്പോൾ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ്, മോളിക്യൂൾസ് തമ്മിലുള്ള മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിനൊരു എവിഡൻസ് കൂടിയാണ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ഓക്കെ.